ആരോ ഒരാൾ ഭാഗം 21. അന്ന് രാത്രി തന്നെ ഫെർണാണ്ടോ എല്ലാ വിവരങ്ങളും വർഗീസിനെയും സൂസനെയും അറിയിച്ചു. അദ്ദേഹം മീരയ്ക്ക് വേണ്ടി എടുത്ത ആ തീരുമാനത്തോട് ആദ്യം അവർക്ക് യോജിക്കാനായില്ല. എങ്കിലും മീര എന്ന പെൺകുട്ടി അവരുടെ ഹൃദയത്തിൽ അത്രമേൽ ആഴത്തിൽ വേരൂന്നിയിരുന്നതിനാൽ ഒടുവിൽ അവർ ഫെർണാണ്ടോയ്ക്ക് ഒപ്പം നിൽക്കാൻ തീരുമാനിച്ചു. പിന്നീടുള്ള 3 ദിവസങ്ങൾ അവർക്ക് 3 യുഗങ്ങൾ പോലെയാണ് തോന്നിയത്. ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ പലതും അവരെ ഭയപ്പെടുത്തി. അതേസമയം തോമസ് പണം വാരിയെറിഞ്ഞ് തൻ്റെ വിവാഹം ഒരു ആഘോഷമാക്കി മാറ്റാനുള്ള തിരക്കിലായിരുന്നു. അത്യാഡംബരത്തോടെ സമൂഹത്തിലെ ഉന്നത നിലയിലുള്ള ആളുകൾ മാത്രം സന്നിഹിതരായ ആ വിവാഹത്തിൽ വല്ലാത്ത ഭയത്തോടെയാണ് അവർ 3 പേരും പങ്കെടുത്തത്. ചടങ്ങുകളിൽ ഒരിക്കൽ പോലും മീരയുടെ മുഖത്ത് യാതൊരു തെളിച്ചവും ഉണ്ടായിരുന്നില്ല. വരാൻ പോകുന്ന ദുരന്തത്തിൻ്റെ ആഴം അവൾ നന്നായി തന്നെ ഗ്രഹിച്ചിരുന്നു. പള്ളിയിൽ മിന്നുകെട്ട് ഗാനം മുഴങ്ങുമ്പോൾ ഫെർണാണ്ടോയുടെ മനസ്സ് അവൻ്റെ പിടിയിൽ നിന്നും വഴുതിപ്പോയി. ഇനിയും താമസിക്കുന്നത് വലിയ അപകടമാണ് എന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ. വർഗീസ്, എനിക്ക് തോന്നുന്നു ഇനിയും വൈകുന്നത് അപകടമാണെന്ന്. എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ തോമസ് മുങ്ങും. അവൻ്റെ രക്ഷപ്പെടൽ നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ പറയാതെ ആരും ഒന്നും അറിയാനും പോകുന്നില്ല. പക്ഷേ നാളെ അയാൾ നമ്മളറിയാത്ത എവിടെയെങ്കിലും ഇതുപോലെ വീണ്ടും അവതരിക്കും. വീണ്ടും പല മനുഷ്യജീവനുകളും അവൻ്റെ കൈകളാൽ ഇല്ലാതാകും. അതുണ്ടാകാൻ പാടില്ല. മറ്റാരും കേൾക്കാതെ വർഗീസിനോട് തൻ്റെ മനസ്സിൻ്റെ വീർപ്പുമുട്ടലുകൾ പറയുമ്പോൾ ഫെർണാണ്ടസ് ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അയാൾ പറഞ്ഞ കാര്യങ്ങൾ വർഗീസിനും ശരിയാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ആ രാത്രിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ മീരയുടെ വാക്കുകളെ മറന്നുകൊണ്ട് ഫെർണാണ്ടസ് പോലീസിന് ഫോൺ ചെയ്തു. തെറ്റ് ചെയ്തവർ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം. അതും ഇത്ര ക്രൂരമായ ഒരു തെറ്റ്. തങ്ങളുടെ പ്രവൃത്തികൾക്ക് സ്വന്തമായ ന്യായവാദങ്ങൾ നിരത്തിക്കൊണ്ട് അവർ പോലീസിൻ്റെ വരവിനായി കാത്തു. അപ്പോഴേക്കും പള്ളിയിലെ ചടങ്ങുകൾ അവസാനിച്ചിരുന്നു. ഈ ലോകത്തേക്ക് പുതിയൊരു കുടുംബം കൂടി. സന്തോഷത്തോടെ കൈകൾ കോർത്തു പിടിച്ച് തോമസും മീരയും പള്ളിയുടെ ആനവാതിൽക്കലേക്ക് നടന്നു. അപ്പോഴേക്കും പള്ളിയുടെ ഗേറ്റ് കടന്ന് പോലീസ് വാഹനങ്ങൾ അവിടേക്ക് പാഞ്ഞെത്തിയിരുന്നു. പുറത്ത് പോലീസിനെ കണ്ടപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സന്തോഷം തോമസിനെ വിട്ടുപോയി. ആ മുഖത്ത് ഭയവും അത്ഭുതവും കോപവും എല്ലാം ഒരുമിച്ച് നിറയുന്നത് അവർ ഞെട്ടലോടെ നോക്കി നിന്നു. ഉദ്യോഗസ്ഥർ അയാളെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് അയാളുടെ ഭാവം മാറി. അയാളുടെ കൈകൾ പോക്കറ്റിലേക്ക് താഴുന്നത് ഫെർണാണ്ടസ് ശ്രദ്ധിച്ചു. എങ്കിലും അത് അയാളെ തീരെ ഭയപ്പെടുത്തിയില്ല. വിവാഹത്തിനായി പള്ളിയിലേക്ക് വരുന്ന വരൻ്റെ പോക്കറ്റിൽ ഒരായുധം സൂക്ഷിക്കേണ്ട കാര്യമില്ല. അതായിരുന്നു ഫെർണാണ്ടസിൻ്റെ ചിന്ത. പക്ഷേ ഫെർണാണ്ടോയുടെ ചിന്തകളെ അപ്പാടെ മാറ്റിമറിച്ചുകൊണ്ടായിരുന്നു തോമസിൻ്റെ നീക്കം. പോക്കറ്റിൽ നിന്നും അയാൾ ഒരു സർജിക്കൽ നൈഫ് എടുത്ത് മീരയുടെ കഴുത്തിലേക്ക് ചേർത്ത് വെച്ചു. അതുവരെ ഉണ്ടായിരുന്ന സൗമ്യഭാവമല്ല ഇപ്പോൾ അയാളുടെ മുഖത്ത്. തനിക്ക് രക്ഷപ്പെടാനായി സ്വന്തം ഭാര്യയെ തന്നെ പരിച പോലെ പിടിച്ച അയാളുടെ ക്രൂരത ചുറ്റുമുള്ള എല്ലാവരും മനസ്സിലാക്കുകയായിരുന്നു. വിവാഹത്തിന് വന്ന പലരും എന്താണ് നടക്കുന്നതെന്നറിയാതെ അവരെ തുറച്ചു നോക്കി. ചിലർ ഭയത്തോടെ അല്പം ദൂരേക്ക് മാറി. മുൻവാതിലിൽ മാത്രം പോലീസിനെ ശ്രദ്ധിച്ച് മീരയെ പരിചയാക്കി അയാൾ മുന്നോട്ട് നടന്നു. പുറകിൽ നിന്ന് ഒരപകടം തന്നെ സമീപിക്കുമെന്ന് അയാൾക്ക് യാതൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. തോമസ് എന്ന മനുഷ്യൻ്റെ ക്രിമിനൽ ബുദ്ധിയെ പൂർണ്ണമായും മനസ്സിലാക്കിയിരുന്നത് കൊണ്ടാവാം അപ്പോഴേക്കും പള്ളിയുടെ പുറകിലെ വഴിയിൽ കൂടി പോലീസ് അയാൾക്ക് പിന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അനങ്ങിപ്പോകരുത്. ആരെങ്കിലും ഒരടി മുന്നോട്ട് വന്നാൽ ഞാൻ ഇവളെ കൊല്ലും. ഒരു കാട്ടുമൃഗത്തെ പോലെ മുരണ്ടുകൊണ്ട് തോമസ് മീരയുടെ കഴുത്തിലെ കത്തി മാറ്റാതെ കരുതലോടെ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു വലിയ ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു. അലങ്കാരത്തിനായി വീർപ്പിച്ച് കെട്ടിയ ഒരു ബലൂൺ പൊട്ടിയതായിരുന്നു അത്. ആ നിമിഷം തോമസിൻ്റെ ശ്രദ്ധ അല്പമൊന്നു പാളി. ആ സമയം മാത്രം മതിയായിരുന്നു ഉദ്യോഗസ്ഥർക്ക് മീരയെ അയാളുടെ കത്തിയിൽ നിന്നും സ്വതന്ത്രയാക്കാൻ. കരുത്തരായ പോലീസ് ഉദ്യോഗസ്ഥർ അയാളെ വളഞ്ഞു.
അയാൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ ഒടുവിൽ അയാൾ അവർക്ക് കീഴടങ്ങുകയും ചെയ്തു. കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ ആളുകൾ പെട്ടെന്ന് വയലൻ്റായി. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള അതുപോലൊരു ഡോക്ടറെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണമായിരുന്നു എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത്. പോലീസ് കാര്യങ്ങളൊന്നും വിശദീകരിക്കാതെ അയാളെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ ഒടുവിൽ വേറെ നിവൃത്തിയൊന്നുമില്ലാതെ വന്നപ്പോൾ പോലീസ് ജനങ്ങളോട് സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അതുവരെ ശാന്തമായിരുന്ന ജനക്കൂട്ടം സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട് തോമസിന് നേരെ കുതിച്ചു. പക്ഷേ പോലീസ് അയാളെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് പാഞ്ഞു. തകർന്നുപോയ മീര എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ പള്ളിയുടെ മുറ്റത്ത് തളർന്നിരുന്നു. പിന്നീട് ഒരുപാട് കോലാഹലങ്ങളുണ്ടായി. മാളിയേക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും അവിടുത്തെ ഡോക്ടേഴ്സും എല്ലാം പ്രതിസന്ധിയിലായ ദിവസങ്ങൾ. പിന്നീട് എല്ലാവരും എല്ലാം അറിഞ്ഞു. ആശുപത്രി അധികൃതർ തന്നെയാണ് തോമസിന്റെ ഈ പ്രവൃത്തികളെ പോലീസിനെ അറിയിച്ചതും അയാളെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതും എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിന്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു വന്നു തുടങ്ങി. ആളുകൾ അവരെ വിശ്വസിക്കാനും. വർഗീസിന്റെയും ഫെർണാണ്ടസിന്റെയും പൂർണ്ണ പിന്തുണയോടെ ദുരന്തത്തിനിരയായ ആ യുവാവിന്റെ മാതാപിതാക്കൾ നിയമ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ചു. എല്ലാ തെളിവുകൾക്കുമൊപ്പം മീര കൂടി കോടതിയിൽ ഭർത്താവിനെതിരെ സാക്ഷി പറഞ്ഞപ്പോൾ അയാൾക്ക് ശിക്ഷ ഉറപ്പായി. എങ്കിലും തോമസിന്റെ പണത്തിന്റെ സ്വാധീനത്താൽ പ്രഗത്ഭരായ ചില അഭിഭാഷകർ അയാൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായി. ഒരുപാട് നീണ്ടുപോയ കോടതി നടപടികൾക്കൊടുവിൽ ആ ദിവസം വന്നെത്തി. കേസിന് വിധി പറയുന്ന ദിവസം. അപ്പോഴേക്കും ഏകദേശം 8 മാസക്കാലങ്ങൾ കഴിഞ്ഞു പോയിരുന്നു. പാവം മീര. സത്യത്തിനു വേണ്ടി നിലകൊണ്ടപ്പോൾ അവൾക്ക് നഷ്ടപ്പെട്ടത് അവൾക്ക് സ്വന്തമായിരുന്നത് എല്ലാമായിരുന്നു. എത്ര ദുഷ്ടനാണെങ്കിലും സ്വന്തം ഉദരത്തിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരമ്മയുടെ വികാരം അത് മറ്റാർക്കും മനസ്സിലാക്കാനാവില്ല. പക്ഷേ ഒട്ടും കുറ്റബോധമില്ലാതെ മീര അതിനായി ഇറങ്ങിപ്പുറപ്പെട്ടു. അന്ന് അവസാന ഹിയറിങ്ങിൻ്റെ ദിവസമായിരുന്നു. എല്ലാവരും കോടതിയിൽ ഹാജരായി. നിറവയറുമായി മീരയും. ഇന്നത്തോടെ എല്ലാം അവസാനിക്കും. നാളെ മുതൽ ഞാൻ ഈ ലോകത്ത് തനിച്ചാകും. പക്ഷേ എനിക്ക് സങ്കടമില്ല. എനിക്ക് കൂട്ടായി എൻ്റെ കുഞ്ഞ് ഉടനെ വരും. അർഹമായ ശിക്ഷ കിട്ടിക്കഴിയുമ്പോൾ അവൻ തീർച്ചയായും മാറും. അതുവരെ ഞാൻ അവനു വേണ്ടി കാത്തിരിക്കും. അവസാനമായി തൻ്റെ കുഞ്ഞിൻ്റെ പിതാവിനെ ഒരു നോക്ക് കാണാൻ ആ കോടതി വളപ്പിൽ കാത്തു നിൽക്കുമ്പോൾ മീര സൂസന്റെ തോളിലേക്ക് ചാരിപ്പറഞ്ഞു, മീര, നിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇനി ഞങ്ങളുടേതു കൂടിയാണ്. നിനക്കും കുഞ്ഞിനും എന്നും ഞങ്ങളുണ്ടാകും. മീര ചെയ്ത വലിയ സഹായത്തെ അത്രമേൽ സ്വാധീനിച്ചിരുന്നതുകൊണ്ട് സൂസൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും കോടതിയിലേക്ക് പോലീസ് ജീപ്പിൽ തോമസിനെ കൊണ്ടുവരുന്നത് അവർ കണ്ടു. ജീപ്പ് കോടതി വളപ്പിൽ നിർത്തിയ ആ നിമിഷം അവിടെ വലിയൊരു സ്ഫോടന ശബ്ദം മുഴങ്ങി. പൊടിപടലങ്ങൾക്ക് നടുവിലൂടെ എവിടെ നിന്നൊക്കെയോ ഒരുപാട് ആളുകൾ ആ ജീപ്പിന് നേരെ പാഞ്ഞെടുത്തു. മീരയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചേക്കുമോ എന്ന ഭയത്തോടെ അവർ 3 പേരും അവൾക്ക് കാവൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ശബ്ദ കോലാഹലങ്ങൾ അവസാനിച്ചു. പക്ഷേ അപ്പോഴേക്കും അത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. തോമസ് അയാൾ അവിടെ നിന്നും അപ്രത്യക്ഷനായി. മീര, ഇന്ന് രാത്രി നിനക്ക് ഞങ്ങളോടൊപ്പം തങ്ങാം. അവിടെ നീ സുരക്ഷിതയായിരിക്കും. വല്ലാതെ ഭയന്നുപോയ മീരയെ സൂസൻ തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇല്ല ഡോക്ടർ, ഇനി മുതൽ ഞാൻ എന്നും തനിച്ചാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്നെ ഒന്ന് വീട്ടിലാക്കി തന്നാൽ മതി. മീരയുടെ ശബ്ദം ഉറച്ചതായിരുന്നു. ആ രാത്രി അവളെ വീട്ടിലാക്കി മടങ്ങുമ്പോൾ എന്തോ ഒരു വലിയ അപകടം തങ്ങളെ തേടി വരാനുള്ളതുപോലെ ഫെർണാണ്ടസിന് തോന്നി. അയാൾ ജാഗ്രതയോടെ ആ രാത്രി ഉറങ്ങാതെ നേരം വെളുപ്പിച്ചു. പിന്നീട് ഞങ്ങളെ തേടി എത്താൻ പോകുന്നത് വലിയ ദുരന്തമാണെന്നറിയാതെയാണ് ഞങ്ങൾ ആ രാത്രിയിൽ അവിടെ തങ്ങിയത്. ഫെർണാണ്ടസ് ശാന്തതയോടെ പറഞ്ഞു നിർത്തി. ഡാഡി, എന്നിട്ട് തോമസ്, അയാൾ പിന്നീട് പോലീസിന്റെ പിടിയിലായില്ലേ? നിങ്ങൾ പറയുന്ന മീര, ആ സ്ത്രീ ഇപ്പോൾ എവിടെ? പപ്പ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരുന്ന മെർലിൻ സംശയം ചോദിച്ചു.
ആ മോളെ, അതിലേക്കാണ് ഞാൻ പറയാൻ വരുന്നത്. മീര, തോമസ് എന്തായാലും ഈ നാട് വിട്ടിട്ടുണ്ടാകും. എങ്കിലും നീ കരുതലോടെ ഇരിക്കണം. മീരയുടെ വീട്ടിൽ നിന്നും മടങ്ങും മുൻപ് ഫെർണാണ്ടോ പറഞ്ഞു. തോമസ് എന്ന മനുഷ്യന്റെ ക്രൂരത പൂർണ്ണമായും മനസ്സിലാക്കിയാണ് അദ്ദേഹം അത് പറഞ്ഞത്. സാർ പേടിക്കേണ്ട. ഈ രാത്രിയിൽ എപ്പോഴെങ്കിലും അവൻ എന്നെ കാണാൻ വന്നാൽ എൻ്റെ ഈ വീർത്ത വയറിനുള്ളിൽ അവൻ്റെ കുഞ്ഞു വളരുന്ന സത്യം മനസ്സിലാക്കുമ്പോൾ അവൻ തീർച്ചയായും പോലീസിന് കീഴടങ്ങും. ഞങ്ങളുടെ സ്നേഹം അവനിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, അത് തീർച്ച. മീര വല്ലാത്ത പ്രതീക്ഷയോടെ പറഞ്ഞു. അവളുടെ ആ വാക്കുകൾ ശരിയാണെന്ന് ഫെർണാണ്ടസിന് തോന്നി. സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നു. ആ സത്യം ഏതൊരു പിതാവിനെയും വല്ലാതെ സന്തോഷിപ്പിക്കും. ഒരിക്കലും ആ കുഞ്ഞിൻ്റെ മാതാവിന് അപകടം വരുത്തുന്ന ഒരു പ്രവൃത്തിയും ആരും ചെയ്യില്ല. വല്ലാത്ത ധൈര്യത്തോടെയാണ് അവർ ആ വീട്ടിൽ നിന്നും മാളിയേക്കൽ തറവാട്ടിലേക്ക് മടങ്ങുന്നത്. എന്നാൽ പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ ഞങ്ങളുടെ വിശ്വാസങ്ങളും മീരയുടെ വിശ്വാസങ്ങളും എല്ലാം തെറ്റാണെന്ന് തെളിയുകയായിരുന്നു. ആ പകൽ ഞങ്ങൾക്ക് ഒരു കറുത്ത വെള്ളിയായി മാറി. തോമസിന്റെ ആദ്യത്തെ ലക്ഷ്യം മീരയായിരുന്നു. ആശുപത്രി കിടക്കയിൽ മരണത്തോട് മല്ലിടുമ്പോൾ അവൾ തുറന്നു പറഞ്ഞ വാക്കുകളിൽ നിന്നും അവൾ അനുഭവിച്ച ദുരിതത്തിന്റെ ആഴം എല്ലാവരും മനസ്സിലാക്കുകയായിരുന്നു. ആ രാത്രി മീരയ്ക്ക് അല്പം പോലും ഉറങ്ങാനായില്ല. താൻ ജീവൻ തുല്യം സ്നേഹിച്ച തൻ്റെ പ്രിയപ്പെട്ടവൻ, ഒരു പെണ്ണിന് ഏറ്റവും വിലപ്പെട്ടതെല്ലാം അവന് മാത്രമായി പങ്കുവയ്ക്കുമ്പോൾ അവനോടൊപ്പമുള്ള മനോഹരമായ ഒരു ജീവിതമായിരുന്നു തൻ്റെ കൺമുമ്പിൽ നിറഞ്ഞു നിന്നത്. എല്ലാം അവസാനിച്ചിരിക്കുന്നു. ആ പ്രിയപ്പെട്ടവനെ താൻ തന്നെ തന്നിൽ നിന്നും അകറ്റി മാറ്റിയിരിക്കുന്നു. ഞാൻ ചെയ്യുന്നത് എത്രമാത്രം ശരിയാണ്? മീര സ്വയം ചോദിച്ചു. ഞാൻ ചെയ്തത് പൂർണ്ണമായും ശരിയാണ്. മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ ഈ ലോകത്തിൽ ആർക്കും അനുവാദമില്ല. മനസാക്ഷിയുടെ ശബ്ദം കാതുകളിൽ മുഴങ്ങുമ്പോൾ മീര സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു. ഈ ശിക്ഷ തോമസ് അർഹിക്കുന്നതാണ്. ജയിലിനുള്ളിലെ ഏകാന്തവാസം അയാളെ അപ്പാടെ മാറ്റും. പിന്നീട് കുഞ്ഞിനും അയാൾക്കുമൊപ്പം സന്തോഷത്തോടെ ഒരു ജീവിതം. അതുമാത്രമായിരുന്നു തോമസിനെതിരെ മൊഴി കൊടുക്കുമ്പോൾ താൻ ചിന്തിച്ചത്. പക്ഷെ ഇന്ന് സകല നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് അവൻ ഇറങ്ങിപ്പോയിരിക്കുന്നു. അതവൻ്റെ ശിക്ഷയുടെ ദൈർഘ്യം കൂട്ടും. തൻ്റെ കുഞ്ഞിൻ്റെ വരവിന് ഇനി അധിക ദിവസങ്ങളില്ല. ജനനത്തിൽ തന്നെ ഒരു കൊലപാതകിയുടെ കുഞ്ഞെന്നറിയപ്പെടുന്ന അതിൻ്റെ ദുരവസ്ഥ ഓർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും ആരും അറിയാതെ എങ്ങോട്ടെങ്കിലും പോകണം. മറ്റാരും അറിയാത്ത ഒരു സ്ഥലത്ത് കുഞ്ഞിനോടൊപ്പം ജീവിക്കുമ്പോൾ താൻ പറയുന്ന ഏതെങ്കിലും ഒരു നുണ ലോകം വിശ്വസിച്ചോളും. ചോദ്യങ്ങളും ഉത്തരങ്ങളും സ്വയം കണ്ടെത്തുമ്പോൾ പിറ്റേന്ന് തന്നെ ആരും അറിയാതെ എവിടേക്കെങ്കിലും ഒളിച്ചോടാൻ മീര തീരുമാനമെടുത്തു. അത്യാവശ്യ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഒരുപാട് വൈകിയാണ് അവൾ ഉറങ്ങാൻ കിടന്നത്. എത്ര നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും മീരയ്ക്ക് ഉറങ്ങാനായില്ല. എപ്പോഴോ ഒന്ന് മയങ്ങി തുടങ്ങുമ്പോഴാണ് ആ മുറിയിൽ ആരുടെയോ അനക്കം പോലെ അവൾക്ക് തോന്നിയത്. അത് തോമസ് ആണെന്ന് അവൾ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. തോമസ്, ഞാൻ, നമ്മുടെ കുഞ്ഞ്, അത്രമാത്രം പറയാനേ മീരയ്ക്ക് സാധിച്ചുള്ളൂ. അപ്പോഴേക്കും തോമസിൻ്റെ കയ്യിലിരുന്ന വെട്ടുകത്തി അവളുടെ ശരീരത്തിൽ ആഞ്ഞു പതിച്ചിരുന്നു. മരണമഴു പോലെയാണ് അവളത് എന്നോട് പറഞ്ഞത്. ഞങ്ങളെല്ലാവരും ഒരുപാട് പരിശ്രമിച്ചെങ്കിലും അവളെ രക്ഷിക്കാൻ ഞങ്ങൾക്കായില്ല. അസ്തമയ സൂര്യൻ ഭൂമി വിട്ടു പോകും മുൻപേ അവൾ ദൈവങ്ങളുടെ നാട്ടിലേക്ക് യാത്രയായി. ആരെയാണോ അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്, ആരുടെ കൂടെയാണോ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചത്, അയാളുടെ കൈകളാൽ മരണത്തിൻ്റെ കറുത്ത കുപ്പായമണിഞ്ഞ് അവൾ എന്നേക്കുമായി യാത്രയാകുന്ന കാഴ്ച, അത് നോക്കി നിൽക്കാനേ ഞങ്ങൾക്കായുള്ളൂ. അവിടം കൊണ്ടൊന്നും ഒന്നും അവസാനിച്ചില്ല. മീരയുടെ മരണം അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് തോമസ് പലരെയും കൊന്നു. താൻ മൂലം ജീവൻ നഷ്ടപ്പെട്ട ആ യുവാവിൻ്റെ മാതാപിതാക്കളെ അയാൾ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കൊലപ്പെടുത്തി. കേസ് എത്ര കണ്ട് മുന്നോട്ടു പോയാലും തനിക്കെതിരെ ആരും സാക്ഷി പറയാൻ ഉണ്ടാകരുത്. അതായിരുന്നു അയാളുടെ ലക്ഷ്യം. തോമസ് ചെയ്ത മറ്റു കൊലപാതകങ്ങൾക്കൊന്നും യാതൊരു സാക്ഷിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ
പോലീസിന് തോമസിനെതിരെ കേസെടുക്കാനായില്ല. മീരയുടെ മരണമൊഴി അതുപോലും കെട്ടിച്ചമച്ചതാണെന്ന് വരുത്തി തീർക്കാൻ തോമസിൻ്റെ പ്രഗത്ഭരായ അഭിഭാഷകർക്ക് സാധിച്ചു. ഒടുവിൽ പോലീസ് തോമസിനെ അറസ്റ്റ് ചെയ്തു. അയാളുടെ പേരിലുള്ളത് ആകെ ഒരേ ഒരു കുറ്റം മാത്രം, ആ യുവാവിൻ്റെ മരണം. പക്ഷേ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ അത് ഞങ്ങളെപ്പോലും ഞെട്ടിച്ചു കളഞ്ഞു. തോമസ് മേൽക്കോടതിയെ സമീപിച്ചു. അവിടെ അയാൾക്കെതിരെ സാക്ഷി പറയാൻ ആരുമുണ്ടായില്ല. തന്നെയുമല്ല, മരിച്ചുപോയ ആ യുവാവിനു വേണ്ടി പരാതിപ്പെടാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ. എങ്കിലും ഞങ്ങൾ അയാൾക്കെതിരെ ഉറച്ചു നിന്നു. ഞങ്ങൾക്ക് പറ്റാവുന്ന തെളിവുകളൊക്കെ കോടതിയിൽ ഹാജരാക്കി. ഒടുവിൽ വെറും 5 കൊല്ലത്തെ ശിക്ഷ അതുമാത്രമാണ് അയാൾക്ക് ലഭിച്ചത്. ഫെർണാണ്ടസ് വല്ലാത്ത ദുഃഖത്തോടെ പറഞ്ഞു നിർത്തി. തോമസും സച്ചുവേട്ടൻ്റെ മരണവും തമ്മിൽ എന്താ ബന്ധം? ഞങ്ങൾക്ക് മനസ്സിലായില്ല, മെർലിൻ പെട്ടെന്ന് ചോദിച്ചു. ഫെർണാണ്ടസ് തുടർന്നു പറയാൻ തുടങ്ങി. നീയൊക്കെ ചെവിയിൽ നുള്ളിക്കോ. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ അടുത്ത തലമുറയെപ്പോലും ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. മേൽക്കോടതിയിൽ നിന്നും തോമസിൻ്റെ ശിക്ഷാവിധി കേട്ട് പുറത്തേക്കിറങ്ങിയപ്പോൾ അയാൾ അലറിയത് ഞങ്ങൾ ഓർക്കുന്നു. 5 വർഷത്തെ ശിക്ഷാ കാലാവധി കഴിഞ്ഞിറങ്ങിയ അയാൾ മരിച്ചു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷേ ഫെർണാണ്ടസ് ഒന്ന് നിർത്തി. ഒരു പ്രേതകഥ കേട്ടതുപോലെ കുട്ടികൾ പരസ്പരം നോക്കി. പക്ഷേ മെർലിൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദ്യരൂപത്തിൽ പപ്പയെ നോക്കി. ഞങ്ങളുടെ അറിവ് ശരിയാണോ എന്ന് ഞങ്ങളിപ്പോൾ സംശയിക്കുന്നു. തോമസ് മരിച്ചിട്ടില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം സച്ചുവിൻ്റെ മിന്നുകെട്ട് നടക്കുന്ന സമയം ഞാൻ മിന്നായം പോലെ അവനെ കണ്ടതുപോലെ ഒരു തോന്നൽ. എൻ്റെ പൊന്നുമോൻ്റെ മരണവുമായി തോമസിന് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ മക്കളെ, നിങ്ങളും കരുതിയിരിക്കണം. അപകടം വിദൂരത്തല്ല. മറുപടി പറഞ്ഞത് വർഗീസായിരുന്നു. പക്ഷേ ഇവിടെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. എന്തിനാണ് അയാൾക്ക് ഞങ്ങളോട് ദേഷ്യം? ഈ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയതല്ലല്ലോ. ഞങ്ങൾക്കാർക്കും അതിലൊരു ബന്ധവുമില്ല. സംഭവിച്ചതെല്ലാം അയാളുടെ പാപഫലമല്ലേ? മെർലിൻ ചോദിച്ചു. മോളെ, ചിലരങ്ങനെയാണ്. തങ്ങളുടെ ജീവിതം നശിപ്പിച്ചത് വേറെ ആരൊക്കെയോ ആണെന്ന തോന്നലുകളുമായി അവരങ്ങ് നടക്കും. പിന്നെ പ്രതികാരമെന്ന മുഖംമൂടി എടുത്തങ്ങ് അണിയുകയും ചെയ്യും. സച്ചുവിൻ്റെ മരണത്തിന് തോമസിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ അന്നത്തെ ചടങ്ങിൽ വെച്ച് അയാളെ കണ്ടതുപോലെ ഒരു ഓർമ്മയുള്ളതുകൊണ്ട് മാത്രമാണ് ഈ കഥകളൊക്കെ നിങ്ങളുടെ കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. എന്തായാലും നമ്മൾ കരുതിയിരിക്കണം, വർഗീസ് 2 പേരോടുമായി പറഞ്ഞു. ഡാഡി, സച്ചുവേട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് വേറെ ഒരാളെ കൂടി സംശയമുണ്ട്. മെർലിൻ അല്പനേരം ആലോചിച്ചിരുന്നിട്ട് പതുക്കെ പറഞ്ഞു. ആരോ ഒരാൾ തുടരും. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുവാനും മടി കാണിക്കരുതേ. അടുത്ത ഭാഗവുമായി പെട്ടെന്ന് വരും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.